വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷം നടന്നു. നിറപുത്തരി സമർപ്പിച്ചത് വൈക്കത്തപ്പനും ഉപദേവതമാർക്കും. 5000 കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. നിറപുത്തരി ഒരുക്കിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ടി.വി. പുരം ശ്രീരാമക്ഷേത്രത്തിലെ ഭക്തർ. വയനാട് ദുരന്ത മേഖലയിൽ സേവനവുമായി പ്രോ ഡൊമിനോ ഫൗണ്ടേഷൻ ഡയറക്ടർ ജോഷി താന്നിക്കലിന്റെ നേതൃത്വത്തിൽ ദുരന്ത മേഖലയിലെ ചെളി കയറിയ വീടുകളും കിണറുകളും വൃത്തിയാക്കി. കോട്ടയം മധുരമ്പുഴയിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായത് ഒഡീഷ സ്വദേശി നാരായൺ നായിക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രധാനമായും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് ഗാന്ധിനഗർ പോലീസ്. ഇടപാടുകാർ പണം ഗൂഗിൾ പേ വഴി പ്രതിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയിരുന്നതെന്നും പോലീസ്. കണ്ണൂർ ഇരിട്ടിയിൽ ജോലിക്കിടെ ലൈൻമാൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് കാക്കയങ്ങാട് സെക്ഷനിലെ ലൈൻമാൻ വി സന്തോഷ്. ആഘാതമേറ്റത് ജോലിക്കിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ആലപ്പുഴ എടത്വ CPM തലവടി തെക്ക് ലോക്കൽ കമ്മിറ്റി പാഴ്വസ്തുക്കളുടെ ശേഖരണ യജ്ഞം ആരംഭിച്ചു. പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുളയിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് തലവടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ മാന്നാർ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. AKPA മുൻ ജില്ലാ പ്രസിഡന്റ് സാനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിലെ അഖില കേരള രാമായണ മേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം. ചാമ്പ്യന്മാരായത് 172 പോയിന്റുകളോടെ. രാമായണവും ഭഗവത്ഗീതയും സമൂഹ നന്മയിലേക്ക് നയിക്കുന്നതാണെന്നും പുതുതലമുറയ്ക്ക് അവ പകർന്നു നൽകാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും മന്ത്രി സജി ചെറിയാൻ. രാമായണ മാസക്കാലത്ത് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ക്ഷേത്രങ്ങളിൽ രാമായണ പഠന ക്ലാസുകൾ നടത്തണമെന്നും മന്ത്രി. വന്ദേ ഭാരത് കടന്നുപോകാൻ പാലരുവി എക്സ്പ്രസ് എറണാകുളം മുളന്തുരുത്തിയിൽ സ്ഥിരമായി പിടിച്ചിടുന്നതിൽ യാത്രക്കാരുടെ പ്രതിഷേധം. യാത്രക്കാർ എറണാകുളം ടൗൺ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം നൽകി. ട്രെയിൻ തൃപ്പൂണിത്തുറയിൽ പിടിച്ചിടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ബസ് യാത്രയിൽ യുവതിയെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ ചെങ്ങാലൂർ സ്വദേശി ആന്റോ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ പെരുമ്പിലാവിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റത് പഴഞ്ഞി കോട്ടോൾ സ്വദേശി ഷാഹിറിന്. അന്വേഷണം ആരംഭിച്ച് കുന്നംകുളം പോലീസ്. കണ്ണൂർ പുന്നോൾ സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് KM രഘുരാമൻ, ശ്രീജിത്ത് TK, സന്തോഷ് കുമാർ KV തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 2 ഫ്രീസർ കൈമാറി. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾക്ക് ജോയിന്റ് രജിസ്ട്രാർ E രാജേന്ദ്രൻ ഫ്രീസർ കൈമാറി. കോട്ടയം പുഞ്ചവയൽ മാങ്ങാപ്പേട്ട പോക്സോ കേസിലെ പ്രതി അജിത് കുമാറിനെ ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി വിട്ടയച്ചു. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷന് വീഴ്ചയെന്ന് കോടതി. ഉത്തരവിട്ടത് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PS സൈമയ. തിരുവനന്തപുരം കോൺഗ്രസ് കാനക്കുഴി വാർഡ് സമ്മേളനവും അനുമോദന സംഗമവും സംഘടിപ്പിച്ചു. പരിപാടി മുൻ അരുവിക്കര MLA ശബരിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC+2 ഡിഗ്രി വിജയികളെ അനുമോദിച്ചു.